ടൈം ട്രാവലിനെ കുറിച്ച് സോളവ് ഇപ്പോൾ സഞ്ജയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ടെർമിനേറ്റർ ഒക്കെ പോലെയാണോ നീയും ടൈം ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ ചോദിക്കുന്ന സമയത്താകട്ടെ, നിന്റെ ഈ ഒരു വാച്ചിലൊക്കെ ഞാൻ ഞെക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു ഞാനൊരു 2008 വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും പറഞ്ഞു കൊടുക്കുന്നു. ഞാനും ലേലത്തിലൊക്കെ ആയിരുന്നു ഈ ഒരു വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നീയും എക്ലിപ്സ് എന്ന ബാൻഡ് ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആയിരുന്നു എന്നൊക്കെ അവൾ പറയുന്ന സമയത്താകട്ടെ, പെട്ടെന്ന് തന്നെ ടൈമും സ്റ്റോപ്പായി പോകുന്നു. നിന്നോട് ഫ്യൂച്ചറിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ പറയുമ്പോഴെല്ലാം തന്നെ ടൈം ഒക്കെ സ്റ്റോപ്പായി പോകും. പിന്നെ എനിക്കും ഇവിടെ ഒന്നും തന്നെ ചെയ്തു തീർക്കുവാനായിട്ടൊന്നുമില്ല. അതേസമയം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ കാരണം പലരുടെ ലൈഫിനെയും അത് ബാധിക്കുന്നൊക്കെയുണ്ട്. അതുകൊണ്ട് മാത്രമായിരുന്നു ഏറ്റവും അവസാനത്തെ ചാൻസ് എന്ന രീതിക്ക് ഞാനും ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് സോളം അറിയിക്കുന്നത്. സഞ്ജയം ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് യുഎസിലേക്കൊക്കെ പോകുവാൻ പ്ലാൻ ചെയ്തതിനെ കുറിച്ച് കൂടി അവൻ ഇപ്പോൾ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ടൈം ട്രാവലിലൊക്കെ വിശ്വാസമുണ്ടോ? ആരെങ്കിലും ടൈം ട്രാവൽ ചെയ്തു വന്നതാണെന്നൊക്കെ നിന്നോട് പറയുകയാണെങ്കിൽ നീയും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ സഞ്ജയ് ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട്സും സഞ്ജയോട് അവൾക്ക് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ നിന്നെ പറ്റിക്കുവാനായിട്ട് കള്ളം പറഞ്ഞതാണെന്നൊക്കെ ആയിരുന്നു അവന് മറുപടിയും കൊടുത്തത്. സഞ്ജയ് ഇവിടെ നിന്ന് യുഎസിലേക്കൊക്കെ പോകുകയാണെങ്കിൽ സഞ്ജയ്ക്ക് ഒരിക്കലും യങ്സുവിനെ കാണേണ്ടതായിട്ട് വരികയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും അവനും ഒരബദ്ധം ഉണ്ടാവുകയില്ല എന്നൊക്കെ സോളും ഇപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു സോളും സഞ്ജയുടെ അച്ഛനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. സൂപ്പർ സ്റ്റാർ കെ എന്നൊരു പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അതിന്റെ ഓഡീഷന് വേണ്ടിയിട്ട് ഒരു പെർഫോമൻസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻഹുക്കും. ഇപ്പോൾ ആകട്ടെ അവരെ ഫസ്റ്റ് റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നു. ഇൻഹോക്കും 2 വീഡിയോ ഒക്കെ ആയിരുന്നു അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തേത് എക്ലിപ്സിന്റെ കൂടെയുള്ള പാട്ടുകാരൻ്റെത്, രണ്ടാമത്തേത് സഞ്ജയുടെ കൂടെ അവരൊരു പെർഫോമൻസ് ഒക്കെ നടത്തിയല്ലോ അതിൻ്റെത്. പക്ഷേ സഞ്ജയ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ പ്രോഗ്രാമിലേക്ക് സെലക്ട് ചെയ്യുകയുള്ളൂ എന്നൊക്കെ ആയിരുന്നു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ ഇൻഹോക്കും ഇപ്പോൾ അറിയിക്കുകയാണ്. എങ്ങനെയും സഞ്ജയൻ ഇതിനൊക്കെ സമ്മതിപ്പിച്ചെടുക്കണമെന്നതായിരുന്നു അവന്റെ ഉദ്ദേശവും. സെലക്ഷനൊക്കെ കിട്ടിയ കാര്യം സഞ്ജയുടെ അച്ഛനെയൊക്കെ അറിയിച്ചതിന് ശേഷം എൻഹുക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അച്ഛനും എൻഹുക്കിന് വലിയൊരു സ്വീകരണമൊക്കെ നടത്തുന്നു. സഞ്ജയുടെ ഷോൾഡറിന്റെ പ്രശ്നം എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മാറുവാനായിട്ട് സഞ്ജയനെ യുഎസിലേക്കൊക്കെ അയക്കുകയാണെന്നുള്ള കാര്യമൊക്കെ അച്ഛൻ ഇപ്പോൾ പറഞ്ഞും കൊടുക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും സഞ്ജയും ഇൻഹുക്കും ഒരുപോലെ ഞെട്ടുന്നു. മാത്രമല്ല, എത്രയും വേഗം നിന്നെ അയക്കുവാനായിട്ടൊക്കെ ആയിരുന്നു സോള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ട്രീറ്റ്മെന്റ് ഒക്കെ പെട്ടെന്ന് നടത്തുവാനായിട്ടൊക്കെ കോച്ചിന്റെ അടുത്തും വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അച്ഛനും പറഞ്ഞു കൊടുക്കുന്നത്. നീ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് പഠിത്തമൊക്കെ നിർത്തി പോയാൽ എങ്ങനെയാണ് ശരിയാക്കുക എന്നൊക്കെ എനിക്കൊക്കെ ചോദിക്കുമ്പോഴാകട്ടെ, എല്ലാവർക്കും എന്നെ പറഞ്ഞയക്കുവാനായിട്ടാണ് താല്പര്യം എന്നൊക്കെ അതിന് മറുപടിയായിട്ട് സഞ്ജയും പറയുന്നു. സോൾ പറഞ്ഞതുകൊണ്ടാണ് നീയും പോകുവാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തത്. ഞാൻ പോകാതെ ഇരിക്കുവാൻ നിന്നോട് പറയുകയാണെങ്കിൽ നീയും പോകാതെ ഇരിക്കുമോ എന്നൊക്കെ ഇൻഹുക്കും ചോദിക്കുകയാണ്. അതായത് ഓഡീഷന് പോകുവാനായിട്ട് ഇൻഹുക്കിന് ആള് വേണമല്ലോ, അതുകൊണ്ടാണ് അവന് വിടാതിരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. സോൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ടൈസിങ്ങിന്റെ അച്ഛന്റെ അടുത്ത് ആ ഒരു സ്ഥലമൊക്കെ കത്തിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. സോളും ഒരു കൊലപാതകമൊക്കെ നടത്തിയ ആളാണ് അയാളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു മരണപ്പെട്ട ആളുടെ ബോഡിയിൽ നിന്നുമുള്ള കുറച്ച് ബ്ലഡ് ഒക്കെ ആ സ്ഥലത്ത് നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നുവെന്നും അയാൾ ഇപ്പോൾ ഒരു കൊലയാളിയാണ് എന്നും അതുകൊണ്ട് തന്നെ അയാളെ എത്രയും വേഗം പോലീസൊക്കെ പിടികൂടുന്നതായിരിക്കുമെന്നും ഒക്കെ ടൈസിങ്ങിന്റെ അച്ഛനും അറിയിക്കുന്നു. മാത്രമല്ല, അയാളും ഒരു ട്രക്കിലൊക്കെ പോയെന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ട്രക്കൊക്കെ പെട്ടെന്ന് കണ്ടെത്തുവാനായിട്ട് അവളോടും ഏത് ട്രക്ക് ആയിരുന്നു അതേ എന്നൊക്കെ കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണിച്ചതിന് ശേഷം അദ്ദേഹവും ചോദിക്കുകയാണ്. അവളും രൂപസാദൃശ്യമുള്ള ഒരു ട്രക്കൊക്കെ കാണിച്ചും കൊടുക്കുന്നു. കോളേജിലാകട്ടെ സോളും ചേട്ടനും പരിചയക്കാരാണെന്നുള്ള രീതിയിലേ പെരുമാറുന്നില്ല. പക്ഷെ ഇപ്പോൾ ചേട്ടനും കുറച്ച് പണമൊക്കെ കടം മേടിക്കുവാനായിട്ട് സോളിന്റെ അടുത്തും എത്തിയിരിക്കുന്നു. ചേട്ടൻ ആ ഒരു സമയത്ത് എല്ലാം തന്നെ ഹ്യുഞ്ചുയുടെ കോൾസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ചേട്ടനും അതൊക്കെ കട്ടാക്കി നിൽക്കുമ്പോഴത്തേക്കുമായിരുന്നു തൊട്ടു മുമ്പിൽ തന്നെ ഹ്യുഞ്ചു ഉണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ കിസ്സൊക്കെ നടന്ന കാര്യമൊക്കെ ഓർക്കുന്ന ചേട്ടനും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മുങ്ങുകയാണ്. ചേട്ടൻ നിന്റെ കൂടെ വല്ലതും ഉണ്ടായിരുന്നോ എന്നൊക്കെ ഹിഞ്ചു അവളോട് ചോദിക്കുമ്പോഴത്തേക്കും ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നോ, ഇപ്പോൾ കാണുന്നില്ല എന്നൊക്കെ അവളും മറുപടിയൊക്കെ നൽകുന്നു. അതേസമയം അവിടെ വെച്ച് സൺഷൈനെ കാണുന്ന അവളും മുങ്ങുകയാണ്. ഫിലിം മ്യൂസിക്കിനെ കുറിച്ചൊക്കെ പഠിക്കുവാനായിട്ട് സോളിരിക്കുന്ന അതേ ക്ലാസ്സിലേക്കൊക്കെ സൺഷയും എത്തുകയാണ്. അവൻ ഇപ്പോഴും നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഹിഞ്ചു പറയുമ്പോഴത്തേക്കും ആയിരുന്നു സൺഷയുടെ അടുത്തേക്ക് മറ്റൊരു പെൺകുട്ടിയൊക്കെ വരുന്നത്. ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്ന സമയത്തും സൺഷയുടെ അടുത്ത് ഇരുന്നത് ഇവൾ തന്നെയാണ്. അവളുടെ പേരാണ് ഡാഹൈ. അവളും ഇപ്പോൾ കുറച്ച് ക്രീമൊക്കെ എടുത്തതിന് ശേഷം ക്രീം കൂടിപ്പോയെന്ന് പറഞ്ഞ് അതൊക്കെ സഞ്ജയുടെ കയ്യിലേക്കും കൂടി തൂത്തു കൊടുക്കുന്നു. നമ്മുടെ രണ്ടുപേരുടെയും കൈ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ നിൽക്കുന്നുണ്ടെങ്കിലും സഞ്ജയും എന്റെ കൈയാണ് വലുതെന്ന് അല്ലെങ്കിൽ തന്നെ അറിയാമല്ലോ എന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ്. അവളുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് സഞ്ജയനെ അവൾക്ക് ഇഷ്ടമാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ ഹിഞ്ചു പറയുമ്പോഴത്തേക്കും അതൊക്കെ വളരെ ക്യൂട്ടാണെന്നൊക്കെ ഇപ്പോൾ സോളും പറയുകയാണ്.
ക്ലാസ്സിന്റെ സമയത്തെല്ലാം തന്നെ ഡാഹി സൺഷൈനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ സൺഷൈൻ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരെ നോക്കുകയായിരുന്നു സോളും. സോളും ഹിഞ്ചുവും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയാണ്. സോളിന്റെ ചേട്ടൻ ഇപ്പോഴും എക്സ് ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് ഓർത്ത് കരാറൊക്കെ ഉണ്ടോ എന്ന് സോളിന്റെ അടുത്ത് ഹിഞ്ചു ചോദിക്കുമ്പോഴാകട്ടെ, നീയും അവനോട് നേരിട്ട് പോയി ചോദിക്കുവാനായിരുന്നു സോളും മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിന്റെ ചേട്ടനെ ഒരു രീതിയിലും കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് അവൻ സമ്മതിക്കുന്നില്ല എന്ന കാര്യം കൂടി ഹിഞ്ചു അറിയിക്കുന്നു. ഈ ഒരു സമയത്ത് ഇതേ റെസ്റ്റോറന്റിലേക്കൊക്കെ എത്തുകയാണ് സൺഷയും ഫ്രണ്ടും ഡാഹയും. യുഎസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നീ എന്റെ ഒപ്പം ഓഡീഷനൊക്കെ വരാമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഇൻഹുക്കിന്റെ ഒരു മെസ്സേജ് കൂടി സൺഷയ് കാണുന്നു. സൺഷിക്ക് ഒരു ഫ്രണ്ട് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ കൂട്ടാതെ ഇവർ വന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അവനെ കൂട്ടുവാനായിട്ട് മറ്റൊരു ഫ്രണ്ട് ഒക്കെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൺഷയും അതുപോലെ തന്നെ ഡാഹയും ഒറ്റയ്ക്കാണ് അവിടെ ഉള്ളതും. ഹ്യൂൻജ് ആകെ ഫിറ്റ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എന്റെ ഫോണൊന്നും എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമത്തിലൊക്കെ ആയിരുന്ന ഹ്യൂൻജുവിനോട് നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് പോകാമെന്നൊക്കെ പറഞ്ഞ് സോളും ബില്ലൊക്കെ പേ ചെയ്യുവാനായിട്ട് അവളുടെ പേഴ്സും എടുക്കുന്നു. പക്ഷെ പേഴ്സിൽ നിന്നും ഒരുപാട് ചില്ലറ പൈസ ഒക്കെ താഴേക്ക് പോകുമ്പോഴത്തേക്കും അവളും അതൊക്കെ പെറുക്കുവാനായിട്ട് പോകുകയാണ്. തൊട്ടടുത്തായിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ്സ് എല്ലാം തന്നെ ഓഫ് ആക്കുന്നു. ഇപ്പോൾ ചെറിയൊരു ലൈറ്റിന്റെ വെട്ടത്തിലാണ് അവള് പോയിട്ടുള്ളത്. അവൾക്ക് പണമൊക്കെ കിട്ടിയിട്ട് അവൾ എണീക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു പെട്ടെന്ന് ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കുന്നത്. അവളിപ്പോൾ ഉള്ളതും സൺഷയുടെ ടേബിളിന്റെ അടിയിലൊക്കെയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നീ യുഎസിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഞാനും നിന്റെ ഒപ്പം സ്കൂളൊക്കെ ട്രാൻസ്ഫർ ആക്കിയിട്ട് അവിടേക്ക് വരട്ടെ എന്നൊക്കെ ഡാഹയെ ചോദിക്കുമ്പോഴാകട്ടെ, സോളിനെ കുറിച്ചൊക്കെ ആയിരുന്നു സൺഷ ഓർക്കുന്നതും. ഈ ഒരു സമയത്ത് ഡാഹയും അവനെ കിസ് ചെയ്യുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. പക്ഷെ സോള് നോക്കുമ്പോഴത്തേക്കും അവർ കിസ് ചെയ്തു എന്നൊക്കെയാണ് വിചാരിക്കുന്നതും. അവിടേക്ക് സഞ്ജയുടെ ഫ്രണ്ട്സ് എത്തുമ്പോഴും ഇതേ കാഴ്ച തന്നെ കാണുന്നുണ്ട്. അപ്പോഴേക്കും സോളിന്റെ ഫോണൊക്കെ ബെല്ലടിക്കുന്ന അവളും ആരും അറിയാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു വേസ്റ്റ് ബിന്നൊക്കെ തലയിലിട്ടതിനു ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനായിട്ടൊക്കെ നോക്കുന്നു. പക്ഷെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന ഹിഞ്ചു ആകട്ടെ, സോൾ നീ എന്താ അത്രയ്ക്ക് മദ്യപിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചു പോകുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കുമാണ് ആ ഓടിയിട്ടുണ്ടായിരുന്ന വ്യക്തി സോളാണെന്നുള്ള കാര്യമൊക്കെ സഞ്ജയും മനസ്സിലാക്കുന്നത്. അവനും പിറകെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവളെ കാണുവാൻ പോലും കിട്ടുന്നില്ല. എന്തായാലും സോള് നിങ്ങൾ കിസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഫ്രണ്ട് പറയുമ്പോഴത്തേക്കുമായിരുന്നു ഞങ്ങൾ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യമൊക്കെ സൺജിയും അവനെ അറിയിക്കുന്നത്. നീയും ടാഹയും കൂടി ഒന്നിച്ചിരിക്കുന്നത് കണ്ട് അസൂയ തോന്നിയിട്ടാണ് അവളും ആ ഒരു മേശയുടെയൊക്കെ അടിയിൽ ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണെന്നൊക്കെ ഫ്രണ്ട് പറയുമ്പോഴത്തേക്കും അവനും ഒരു സംശയമൊക്കെ തോന്നുന്നു. ഇപ്പോൾ സോളും സോളിന്റെ ചേട്ടനും കൂടി ഒന്നിച്ചിരുന്ന് മദ്യവെച്ചിട്ട് അവരുടെ പ്രണയകഥകളെ കുറിച്ച് സംസാരിക്കുകയാണ്. നേരത്തെ ആകട്ടെ നിന്റെ ഫസ്റ്റ് ലവിനെ ഓർത്ത് നീ 10 വർഷത്തോളം ജീവിച്ചതല്ലേ, ഇപ്പോഴെന്താ നീ പെട്ടെന്ന് തന്നെ മറ്റൊരാളെ ഡേറ്റ് ചെയ്യുവാനൊക്കെ തുടങ്ങിയതെന്നൊക്കെ സോൾ ചോദിക്കുമ്പോഴാകട്ടെ, എന്റെ ഫസ്റ്റ് ലവിനെ എനിക്ക് മറക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ ചേട്ടനും പറയുന്നു. നീ ഏതെങ്കിലും ഒരു പെണ്ണിനെയൊക്കെ കിസ് ചെയ്യുവാനായിട്ട് നടക്കുകയാണോ എന്നൊക്കെ സോൾ ചോദിക്കുമ്പോഴാകട്ടെ, ഞാൻ കിസ് ചെയ്തതൊന്നുമല്ല, മറിച്ച് ഹ്യുഞ്ച് പെട്ടെന്ന് വന്ന് എന്നെ കിസ് ചെയ്തതായിരുന്നു എന്നൊക്കെ ചേട്ടനും വിളിച്ചു പോകുന്നു. കിസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിനക്ക് തടയാമായിരുന്നല്ലോ, എന്നിട്ട് പോലും നീ തടയാതിരുന്നത് കൊണ്ട് തന്നെ നീയും ആ ഒരു കിസിനെ സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് അവൾ പറയുമ്പോഴത്തേക്കും ഹിഞ്ചു പെട്ടെന്ന് തന്നെ കിസ്സൊക്കെ ചെയ്തപ്പോഴത്തേക്കും എനിക്കും അത് ഇഷ്ടപ്പെടാതിരുന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അതൊരു ഗിഫ്റ്റ് ആയിട്ടായിരുന്നു എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ചേട്ടനും പറയുന്നത്. ഇനി അവർ രണ്ടുപേരും കൂടി ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് സൺഷയും കേൾക്കുന്നു. സോള് പെട്ടെന്നൊന്ന് കിടക്കുമ്പോഴത്തേക്കും കാലിലുണ്ടായിരുന്ന ചെരുപ്പൊക്കെ നിലത്തേക്കൊക്കെ വീഴുകയാണ്. അവളും അത് എടുക്കുവാനായിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കുമായിരുന്നു സഞ്ജയ് വീടിന് വെളിയിലായിട്ട് കാത്തു നിൽക്കുന്നതൊക്കെ അവളും കാണുന്നത്. ഞാൻ അവളെ കിസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് നിനക്കൊന്നും തോന്നിയില്ലേ? ഞാനും യുഎസിലേക്ക് പോകുകയാണ്, നിനക്കും എന്നെ പെട്ടെന്ന് പറഞ്ഞയക്കുവാനായിട്ടാണോ ആഗ്രഹം എന്നൊക്കെ സഞ്ജയ് ചോദിക്കുമ്പോഴത്തേക്കും അവളും ഒരു മറുപടിയും പറയാതെയൊക്കെ നിൽക്കുകയാണ്. അതൊക്കെ കാണുന്ന അവനും, നീ ഏത് ടൈമിൽ നിന്നുമാണ് എത്തിയതെങ്കിലും എനിക്ക് നീ ഒരുപോലെയാണ്. അതേസമയം ഇതുപോലെ തന്നെ ആയിരുന്നോ നിനക്കും? നീ ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് സഞ്ജയ് ചോദിക്കുമ്പോഴത്തേക്കും അവളുടെ ഉള്ളിലും നിന്നെ സ്നേഹിക്കുവാനായിട്ട് എനിക്ക് ഒരർഹതയും ഇല്ല എന്നായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഇല്ല എന്നൊരു മറുപടിയൊക്കെ അവളും കൊടുക്കുന്നു. ഇതിനു മുമ്പ് ഫ്യൂച്ചറിലേക്ക് എത്തിയ സമയത്ത് സണിച്ചോട് ഇഷ്ടമൊക്കെ തുറന്ന് പറഞ്ഞതിനെ കുറിച്ച് കൂടി അവളും ഓർത്ത് കരയുകയാണ്. അച്ഛനെ കാണുവാനായിട്ട് ടൈസൺ എത്തിയ സമയത്തായിരുന്നു ഇൻസോളിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അച്ഛനും മറ്റൊരു പോലീസും കൂടി സംസാരിക്കുന്നതൊക്കെ ടൈസൺ കേൾക്കുന്നത്. സൺഷയും ഇൻഹുക്കിന് മറുപടിയൊന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവനും മോടിയൊക്കെ ഷേവ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് മ്യൂസിക് ഒരുപാട് ഇഷ്ടമാണ്, നീയും എന്റെ കൂടെ ഓഡീഷനൊക്കെ പങ്കെടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് അവന് മുടി മുറിച്ചതൊക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും സൺജയും അവനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട്, അതായത് അവൻ ഇത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവന്റെ കൂടെ പെർഫോമൻസ് ഒക്കെ ചെയ്യാമെന്ന് സമ്മതിക്കുമെന്നായിരുന്നു അവനും വിചാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്.
ഇൻഹോക്കിന്റെ മുടിയൊക്കെ നോക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇൻഹോക്കിന്റെ അടുത്ത് ഞാൻ ഓഡീഷനൊക്കെ പങ്കെടുക്കാനായിട്ട് തയ്യാറാണ്. ക്ലാസ്സിനൊക്കെ ശേഷം പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ഞാനും എത്തുന്നതായിരിക്കുമെന്നൊക്കെ സഞ്ജയ് ഇൻഹോക്കിനോട് പറയുന്നു. ഇൻഹോക്കിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ടെങ്കിലും സ്വന്തം മുടിയൊക്കെ കണ്ണാടിയിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇവന് കുറച്ചുകൂടി നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ അവനും ചിന്തിച്ചു പോവുകയാണ്. ടൈസൺ ഇപ്പോൾ കുറേയധികം ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് സോളിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുന്നു. അവനും അണ്ടർപാൻസ് ഒക്കെ മേടിച്ചുകൊണ്ട് പോകാനായിട്ട് എത്തിയതാണെന്നൊക്കെയാണ് പറയുന്നത് പോലും. ഇതെല്ലാം തന്നെ സഞ്ജയും കാണുകയാണ്. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ എന്നൊക്കെ സോൾ ചോദിക്കുമ്പോഴാകട്ടെ, ആ ഒരു മരത്തിലെ 87,000-ഓളം ഇലകള് കൊഴിഞ്ഞു വീഴുന്നത് വരെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു. നമ്മൾ ബ്രേക്കപ്പ് ആയ സമയം തൊട്ട് നീ തിരിച്ചെത്തുവാനായിട്ടായിരുന്നു ഞാനും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ അവൻ പറയുകയും അതുപോലെ തന്നെ ഈ ഒരു പ്രപഞ്ചം തന്നെ ഇല്ലാതായാൽ പോലും എന്റെ പ്രണയം അവസാനിക്കുകയില്ല. ഞാനും നിന്നെ എന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ടൈസൺ പറയുമ്പോൾ സോളും ആ ഒരു പ്രണയമൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ ഇപ്പോൾ സഞ്ജയും ഓർക്കുന്നു. സഞ്ജയും ഫുഡ് കഴിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ദേഷ്യപ്പെടുകയൊക്കെയാണ്. നീ എന്തിനാണ് എന്നെ കാണുവാനായിട്ട് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നെന്നൊക്കെ സോൾ ചോദിക്കുന്ന സമയത്താകട്ടെ, ഞാൻ വരുന്ന വഴിക്ക് എന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഒക്കെ നൽകിയതെന്നായിരുന്നു അവനും മറുപടി പറയുന്നത്. ഇപ്പോൾ ടൈസങ്ങും അവളുടെ കയ്യിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ആ ഒരു ടീഷർട്ട് ഒക്കെ തിരികെ നൽകുകയാണ്. ടൈസങ്ങും താൻ അറിഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് ആ ഒരു പോലീസ് ഓഫീസർ ടൈസങ്ങിന്റെ അച്ഛനാണെന്നുള്ള കാര്യമൊക്കെ സോള് മനസ്സിലാക്കുന്നത്. എന്റെ അമ്മ പോയതിനു ശേഷം അച്ഛൻ എന്നെ നന്നായിട്ട് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ വർക്കിൽ വളരെയധികം സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അയാളെ പിടികൂടുന്നതായിരിക്കുമെന്നൊക്കെ ടൈസങ്ങും അറിയിക്കുന്നു. സോളന്റെ 2023 നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവനോട് തുറന്നു പറയണമെന്നുണ്ടെങ്കിലും ടൈം പെട്ടെന്ന് സ്റ്റോപ്പായി പോകുന്നത് കൊണ്ട് തന്നെ 2023 ആകുന്ന സമയത്ത് നീ നിന്റെ അച്ഛന്റെ അടുത്ത് എന്നെയല്ല മറിച്ച് സഞ്ജയനെയാണ് പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് നോക്കേണ്ടതെന്നൊക്കെ ഒന്ന് പറയണമെന്ന് സോളും അറിയിക്കുന്നു. എന്തുകൊണ്ടാണ് 2023 എന്നുള്ള ഒരു വർഷമൊക്കെ നീ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണെങ്കിലും തുറന്ന് പറ എന്നൊക്കെ ടൈസൺ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും സഞ്ജയുടെ അടുത്ത് ടൈം ട്രാവൽ ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയിരിക്കെ ഇവന്റെ അടുത്തും കൂടി പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്നൊക്കെ ഓർത്തുകൊണ്ട് അവളും ഞാൻ ഫ്യൂച്ചറിൽ നിന്നും എത്തിയ ഒരാളാണെന്നൊക്കെ ടൈസങ്ങിന്റെ അടുത്തും പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.